ഇന്ത്യ സഖ്യം വിട്ടതിന് പിന്നാലെ മൂന്നാം മുന്നണി നീക്കം സജീവമാക്കി DMK. കോൺഗ്രസ് BJP ഇതര പാർട്ടികളെ ഒപ്പം നിർത്താനാണ് നീക്കം. കോൺഗ്രസ് ഉൾപ്പെട്ട ഒരു സഖ്യത്തിന്റെയും ഭാഗമാകാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് DMK. രാകേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, എന്തായാലും ഇന്ത്യ സഖ്യത്തെ യോഗത്തിൽ നിന്ന് ഇന്നലെ വിട്ടുനിന്നപ്പോൾ തന്നെ അതിന് മുൻപ് നേരത്തെ തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് DMK ഉന്നയിക്കുന്നത്. എന്തായാലും BJPയിലേക്ക് പോകാനില്ല, പകരം BJPക്കൊപ്പം ചേരാതെ മറ്റൊരു നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു മൂന്നാം മുന്നണിയിലേക്ക് ഉള്ള നീക്കമാണ് DMK ഇപ്പോൾ നടത്തുന്നത്. അതെ രുചീഷ്, മൂന്നാം മുന്നണി ചർച്ചകൾ വീണ്ടും ജീവൻ വെക്കുകയാണ്. DMK ആണ് ഇപ്പോൾ ഏതായാലും ഈ ചർച്ചയ്ക്ക് പിന്നിൽ. കാരണം ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ DMK പങ്കെടുത്തിരുന്നില്ല. കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു DMK യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. കാരണം തമിഴ്നാട്ടിൽ ഒരു തിരിച്ചടി ഉണ്ടായി. തൊട്ടു പിന്നാലെ TVKയുമായി സഖ്യമുണ്ടാക്കി. ഇത് വലിയ വിയോജിപ്പ് പല തരത്തിൽ DMK അറിയിച്ചതാണ്. ഏതായാലും ഇന്നലെ ഇന്ത്യ സഖ്യ യോഗത്തിന്റെ പൊതുവികാരം DMKയെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരണം, സ്റ്റാലിനുമായി ചർച്ച നടത്തണം എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ DMKയോട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്ന് സമാജ്വാദി പാർട്ടിയും RJDയും ഒക്കെ തന്നെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ DMK ഇപ്പോൾ ആവർത്തിക്കുന്നത് കോൺഗ്രസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഏതായാലും DMK ഇല്ല. കാരണം അത് അങ്ങനെ ചെയ്താൽ അത് പ്രവർത്തകരോട് ചെയ്യുന്ന വഞ്ചനയാകും എന്നാണ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മൂന്നാം മുന്നണി എന്നൊരാശയം ഏതായാലും DMK ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികൾക്കും കോൺഗ്രസിനോട് കടുത്ത വിയോജിപ്പുണ്ട്. ഇന്നലത്തെ യോഗത്തിലും അത് പലരും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മുതലാക്കിക്കൊണ്ട് ആ പാർട്ടികളെയൊക്കെ തന്നെ BJP ഇതര കോൺഗ്രസ് ഇതര നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യമാണ് DMK മുന്നോട്ട് വെക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം നേരത്തെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാനില്ല, കോൺഗ്രസുമായി ഇനി ഒരു സഖ്യത്തിനുമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇന്നലത്തെ യോഗത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സ്വാഭാവികമായും ഒപ്പം നിർത്താൻ സ്റ്റാലിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തമിഴ്നാട്ടിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നോക്കിക്കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിനെ കൊണ്ടുവരാൻ സ്റ്റാലിന് കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും സ്റ്റാലിന് വേണ്ടി പ്രചാരണത്തിലെത്തിയതാണ്. ബീഹാറിലെ കാര്യമെടുക്കുകയാണെങ്കിലും കോൺഗ്രസുമായി അത്ര നല്ല രസത്തിലല്ല RJD പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സീറ്റ് വിഭജന ചർച്ചയിൽ വലിയ തർക്കമുണ്ടാകുകയും സഖ്യത്തിലെ പാർട്ടികൾ തന്നെ നേർക്കുനേർ വരുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ പാർട്ടികളെയൊക്കെ തന്നെ ഒപ്പം നിർത്താനുള്ള ഒരു ആലോചനയാണ് DMK ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും പൊടുന്നനൊരു ചർച്ചകളിലേക്ക് കടക്കില്ല. ചർച്ചകൾ ഏതായാലും തുടങ്ങി വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ DMK നേതാക്കൾ വ്യക്തമാക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി അത്തരം ഒരു നീക്കം സജീവമാക്കുക, ഒരു മൂന്നാം മുന്നണിയെ കൊണ്ടുവരിക, അതാണ് ഇപ്പോൾ ഏതായാലും DMK ലക്ഷ്യം വെക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ പറയുന്നത് പോലെ ഒരു മൂന്നാം മുന്നണി നീക്കമൊക്കെ സജീവമായാൽ അത് BJPക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. പൂർണ്ണമായി അങ്ങനെ പറയാൻ കഴിയില്ല. ഏതായാലും ഇന്ത്യ സഖ്യം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിന് വലിയ തോതിൽ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നലത്തെ യോഗത്തിലും അങ്ങനെ ഒരു പൊതുവികാരം പൊതുവെ ഉണ്ടായിരുന്നു. കാരണം പ്രാദേശിക പാർട്ടികളൊക്കെ തന്നെ ദുർബലപ്പെടുത്തുന്ന നിലപാട് പലപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. CPM അടക്കം കേരളത്തിലെ അടക്കം വിഷയങ്ങൾ CPIM ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതായത് രണ്ട് പാർട്ടികളും നേർക്കുനേർ വരുന്നു എന്നത് ശരിയാണ്, പക്ഷേ BJP ഡീൽ എന്നടക്കം ആരോപിക്കുമ്പോൾ ഒരു BJP വിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമായ ഒരു പാർട്ടിക്കെതിരെ തന്നെ ആരോപിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ CPIM ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ത്യ സഖ്യം അതിന്റെ പ്രസക്തി തീർച്ചയായും നഷ്ടപ്പെടുന്ന തലത്തിലാണ് അങ്ങനെ മൂന്നാം മുന്നണി എന്ന കാര്യങ്ങൾ പോകുകയാണെങ്കിൽ സംഭവിക്കുക. ഏതായാലും DMK നേതാക്കൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത് തീർച്ചയായും അത്തരം ചർച്ചകൾ തുടങ്ങി വെക്കുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ സാധ്യത ആരായും എന്നുള്ളതാണ്. രുചിഷ്.